ആദ്യഘട്ടത്തിൽ ഈ രാഹുലിനെതിരെ ആരോപണം വന്ന സമയത്ത് രാഹുലിനെ പിന്തുണച്ച ഒരാളുകൂടിയാണ് അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും. അതൊരു വലിയ പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയത് ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാട് ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിൻ്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കുക എന്നുള്ളൂ. എന്നാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകാനുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാനിതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയുണ്ടല്ലോ, അതിൽ നല്ലത് എന്തെല്ലാം ഉണ്ടോ ആ നല്ലതെല്ലാം ഏറ്റെടുക്കുകയും ആ നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. വളരെ കൃത്യമാണ്. പാലക്കാടിന്റെ മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രമേശ് പിഷാരടി നടത്തിയിരിക്കുന്ന വളരെ കൃത്യമായ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം ചെയ്തു വെച്ച പ്രവർത്തികളെ എണ്ണി 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 പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ പിന്തുടർച്ച അവകാശിയായിട്ട് അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരനായിട്ടാണ് പാലക്കാടിന്റെ മണ്ണിലേക്ക് താൻ നടന്ന് നീങ്ങുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടി മുമ്പും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് തന്നെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. കോടതി വിധി വരുന്നത് വരെ, കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ രാഹുലിനോടൊപ്പം എന്ന് തന്നെയാണ് നിലപാട്, അല്ലേ? കോടതി പറയുന്നത് വരെ. വളരെ കൃത്യമല്ലേ അല്ലേ? ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്ന് ആരെങ്കിലുമൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ സാധ്യമല്ല. പിന്നെ ഇതിനേക്കാളുമൊക്കെ അപ്പുറം പാലക്കാട്ട് നിയോജക മണ്ഡലത്തിൽ പാലക്കാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ താക്കോൽദാന കർമ്മങ്ങളടക്കം, അല്ലേ? പലപ്പോഴും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ അതിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ഉണ്ടായപ്പോൾ, അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായപ്പോൾ, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയപ്പോൾ ഒക്കെ എല്ലാവരും ചോദിച്ചിരുന്നു 1.5 വർഷക്കാലം കൊണ്ട് എന്തു ഉണ്ടാക്കാനായെന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി 1.5 വർഷക്കാലം കൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട് പാലക്കാട്ട് എത്തുന്നു, അവിടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും 1.5 വർഷക്കാലം കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 1.5 വർഷക്കാലം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധിക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു 1.5 വർഷക്കാലം, ആ 1.5 വർഷക്കാലം കൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സമ്പൂർണ്ണ വിജയമായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തികളുടെ പിന്തുടർച്ചക്കാരനായിരിക്കും താനെന്ന് വളരെ നിസ്സംശയം ഈ രമേശ് പിഷാരടി പറയുന്നത്. മനസ്സിലായില്ലേ? ഷാഫി ചെയ്തു വെച്ചതിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് രാഹുൽ എത്തുന്നു, രാഹുലിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് രമേശ് പിഷാരടി എത്തുന്നു. വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? വളരെ കൃത്യമല്ലേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അവിടെ ഈ പറയുന്ന 13ഓളം വീടിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 8 വീടുകൾ എന്ന് പറഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ഒരു ഓരോരുത്തർ 10 വർഷം MLA ആയിരുന്നിട്ടും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു മൊട്ടു സൂചിയുടെ ഉപകാരം പോലും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്. അവിടെയാണ് വെറും 1.5 വർഷം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം വ്യത്യസ്തനാവുന്നത്. അപ്പോൾ
ആ രാഹുലിൻ്റെ ആ പറയുന്ന പ്രവർത്തികളുടെയൊക്കെ പിന്തുടർച്ച തന്നിലൂടെ ഉണ്ടാകുമെന്ന് രമേശ് പിഷാരടി വാക്ക് തരുന്നു, അല്ലേ? അതുപോലെ തന്നെ രാഹുൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന പല പ്രവർത്തികളും എണ്ണി പറയുകയാണ്. പല പ്രവർത്തികളും, പല വികസന പ്രവർത്തനങ്ങളും, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്തുടർച്ചക്കാരനാകും താനെന്ന് പറയുമ്പോൾ രാഹുൽ സഞ്ചരിച്ച അതേ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് തന്നെയാണ് പാലക്കാടിന് വേണ്ടിയിട്ട്, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തുടർച്ചയുണ്ടാകും എന്നുള്ളത് തന്നെയാണ് രമേശ് പിഷാരടി പറഞ്ഞു വെക്കുന്നത്, അല്ലേ? വളരെ കൃത്യമല്ലേ? വളരെ വളരെ കൃത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാലക്കാട്ടേക്കുള്ള തൻ്റെ പടയൊരുക്കം രമേശ് പിഷാരടി തുടങ്ങിയിരിക്കുന്നു. രാഹുലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തനങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരും. അതിനുവേണ്ടി രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് എത്തുകയാണ്. വലിയ അഭിമാനമുണ്ട്. ഒരർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം മാറ്റി നിർത്തപ്പെട്ടപ്പോഴും, അല്ലേ, രാഹുലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയാകുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്, അല്ലേ? അത് ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, രമേശ് പിഷാരടിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ അവിടെ രമേശ് പിഷാരടിയെ പോലെയുള്ള ഒരാൾ വന്നു ചേരുമ്പോൾ അത് വലിയ അർത്ഥത്തിൽ വലിയ പിന്തുണകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രമല്ല, രാഹുലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണച്ചുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വളരെ അഭിമാനത്തോടു കൂടിയല്ലേ അയാൾ അത് പറയുന്നത്. തൻ്റെ മുൻഗാമി, നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ആത്മാഭിമാനത്തോടു കൂടി, അതോടൊപ്പം കോൺഗ്രസ് MLA ആക്കിയ രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ 1.5 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ അയാളത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, അല്ലേ? അവിടെ ഒരു കാര്യം ഇവിടെ ഉറപ്പാ, രാഹുലിനോടുള്ള സ്നേഹം കാരണം രമേശ് പിഷാരടി തോക്കുമെന്ന് പറയുന്ന ആളുകൾ, രാഹുലിനോടുള്ള സ്നേഹം കാരണം VD സതീശൻ തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുലിനോടുള്ള സ്നേഹം കാരണം BJP ജയിക്കുമെന്ന് പറയുന്ന ആളുകൾ, അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓൾറെഡി പാലക്കാട് വലിയ ആവേശമാണ്. കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരുമൊക്കെ വലിയ ആവേശത്തോடு തന്നെയാണ് രമേശ് പിഷാരടിക്ക് വേണ്ടി ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒറ്റഘട്ടമായിട്ട് ഈ വരുന്ന ഏപ്രിൽ 9 നടക്കും, അല്ലേ? അപ്പോൾ പാലക്കാട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആയില്ല എന്നുള്ള ഒരു വേദന അതുണ്ട്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാതെ ആവുമോ? ഇല്ല, അത് നമ്മളെ മനസ്സിലുണ്ടാകും, ആ വേദനയുണ്ടാകും. പക്ഷേ എന്ന് കരുതിയിട്ട് ഇപ്പോൾ പിഷാരടി മത്സരിക്കുമ്പോൾ പിഷാരടി തോക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? പറ്റില്ലടോ. പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുത്തനും പറ്റൂല, അല്ലേ? പാർട്ടി വേറൊരു കാര്യം കൂടി നമ്മളിവിടെ ഉണ്ട്. അത് ഞാൻ ആരും തള്ളിപ്പറയുന്നൊന്നല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെയും നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ആളുകൾ കോൺഗ്രസിനെ പിന്തുണച്ചതും ഷാഫി 3 വട്ടം, ഏറ്റവും ലേറ്റസ്റ്റ് കാര്യം ഞാൻ പറയുന്നത്, അതിൻ്റെ മുമ്പത്തെ കാര്യങ്ങൾ നമുക്കറിയില്ല, അതുകൊണ്ട് പറയാനും കഴിയുന്നില്ല. പക്ഷേ അതിനെക്കൊണ്ട് അന്വേഷിക്കാനും പോയിട്ടില്ല. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 3 തവണ ഷാഫി പാലക്കാട് വിജയിച്ച് കയറിയതും ജനങ്ങൾ ഷാഫിക്ക് വോട്ട് ചെയ്തതും കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായതും ഒന്നും ഈ പറയുന്ന രാഹുലിനെ കണ്ടിട്ടാണോ? രാഹുൽ പാലക്കാടിൻ്റെ ചിത്രത്തിലേക്ക് വരുന്നത് തന്നെ 2024 ഞാൻ രാഹുലിനെ അങ്ങനെ തള്ളിപ്പറയുന്നില്ല. ഞാൻ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്ന, ചില കമൻറ്റുകൾ അടിക്കുന്ന ആളുകൾ, അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവർക്കത് മനസ്സിലാകാണ്ടൊന്നല്ല. ഇത് ഇത്തരത്തിൽ ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു നല്ല 1-ാം തരം പിണറായി വിജയൻ്റെ തീട്ടം നക്കുന്ന അടിമ എന്താ പറയുന്നത്? പിഷാരടി തോൽക്കും, BJPക്ക് സീറ്റ്. ആരാ പറയുന്നത്? നല്ല 1-ാം തരം അടിമയാണ് പറയുന്നത്. എന്നാൽ പിന്നെ ആ അടിമ പിഷാരടി തോക്കും, LDF വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്നില്ല. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ്സുകാർ UDFകാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാലക്കാട് വലിയ അർത്ഥത്തിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ഒരു CJP ഡീല് നടത്തിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അത് അവിടെയുള്ള സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനല്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാനാ. കോൺഗ്രസിനെ എന്തിനാ തോൽപ്പിക്കുന്നത്? കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത് തടയാനാ. UDF അധികാരത്തിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് മാക്സിമം BJPയെ ചിലയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് BJPക്ക് വോട്ട് മറിച്ച് BJPയെ വിജയിപ്പിച്ച് അതിലൂടെ ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത് തടയാനുള്ള ഒരു വലിയ ഡീല് കേരളത്തിലാകമാനം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല ഒന്നാന്തരം അന്തംകമ്മി അടിമകൾ വന്നിട്ട് സതീശൻ തോൽക്കും, സതീശൻ രാഹുലിനെ കുത്തി, സതീശൻ രാഹുലിനെ പുറത്താക്കി, രാഹുൽ അങ്ങനെയാക്കി, രാഹുൽ ഇങ്ങനെയാക്കി, പാലക്കാട് പിഷാരടി നോക്കും എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? അതൊരു ഇവിടെ ഒരു ഡയറക്റ്റ് എതിർപ്പല്ല, കൂടെ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ. ഇപ്പോൾ ഞാനൊരു BJPക്കാരനാണ്, അങ്ങനെ BJPക്കാരനായിട്ട് പറയാണ്, BJPക്കാരൻ പറയാണ്, ഞാനൊരു പറയുന്നത് ഒരു യഥാർത്ഥ BJPക്കാരൻ നമ്മളോട് പറയാണ്, കേരളത്തിൽ ഈ തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ നമ്മളെന്താവും? ചിരിക്കും അല്ലേ? ഇനി നേരെ മറിച്ച് ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സഖാവ് പറയാണ് അയാൾ തോക്കും, BJP ജയിക്കും. അതൊരു സൈക്കോളജിക്കൽ മൂവാണ്. എന്താ കാര്യം? അപ്പോൾ അത് കേൾക്കുമ്പോൾ അപ്പുറത്തുള്ളവന് ഇവനെന്താ അങ്ങനെ പറയണേ, എന്തൊരു കാരണം ഉണ്ടാവുമല്ലോ, ഇവനെന്താ അങ്ങനെ പറയുന്നത്, അതൊരു നിഷ്പക്ഷ അഭിപ്രായമാണല്ലോ, അതല്ലെങ്കിൽ അതൊരു ജെന്യൂൻ പ്രതികരണമാണല്ലോ എന്നൊക്കെ തോന്നത്തക്ക വിധം, തോന്നിപ്പിക്കത്തക്ക വിധമുള്ള ചില കമൻറ്റുകളും ചില പ്രതികരണങ്ങളൊക്കെ നടത്തുക. അത് എന്തിൻ്റെ ഭാഗമാണ്? ഈ CJP ഡീലിൻ്റെ ഭാഗമാണ്. അവർ ഓൾറെഡി ഈ പറയുന്ന കോൺഗ്രസിനെ അട്ടിമറിച്ച് BJPയെ മാക്സിമം സഹായിച്ച് BJPയെ അധികാരത്തിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഇനി അതെങ്ങനെ സാധ്യമാകുമെന്ന്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പാലക്കാട്. ഇപ്പോൾ പാലക്കാട് LDF സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കുന്ന NMR റസാക്കിനെ, ബിരിയാണി മുതലാളിയെ. അവിടെ എന്തുകൊണ്ട് CPM അങ്ങനെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളിലേക്ക് എത്തിച്ചേർന്നു? അതും അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. മനസ്സിലാക്കണം. ഇയാൾ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് പിണറായി വിജയൻ ഇടപെട്ട് മത്സരിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാ? എന്തിനു വേണ്ടിയിട്ടാ? അത് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളൊക്കെ ഇയാളിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ആ വോട്ടുകൾ UDFിലേക്ക് പോകേണ്ട വോട്ടുകളാണ്. അത് ഇങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും UDFന് വോട്ട് കുറയും. അതാർക്ക് സഹായമാകും? അത് BJPക്ക് വോട്ട് സഹായമാകും. കാരണം മൈനോറിറ്റി വോട്ടുകൾ എന്തായാലും BJPക്ക് പോയില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ അതാർക്കാണ് കിട്ടുന്നത്? അത് UDFന് കിട്ടേണ്ട വോട്ടാ. അത് ഇങ്ങോട്ട് മറിക്കുക, അതുവഴി UDFിൻ്റെ വോട്ട് കുറച്ചിട്ട് ഇവരെ വിജയിപ്പിക്കുക. ആരെ? BJPയെ വിജയിപ്പിക്കുക. ഈ ഒരു രംഗത്തിലേക്കാണ് ഇങ്ങനെ പല ഡീലുകളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാക്സിമം ഈ പറയുന്ന UDFിനും കോൺഗ്രസിനും ലീഗിനും ഒക്കെ ലഭിക്കാവുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി അതിലൂടെ ഒരു രാഷ്ട്രീയം കളിച്ച് അതിലൂടെ BJPക്ക് സഹായകരമാകുവാനുള്ള കളികൾ സഖാക്കൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും പിഷാരടി പാലക്കാട്ട് എത്തിയിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുടർച്ചക്കാരനാണ് താനെന്ന് പറഞ്ഞ് രാഹുലിൻ്റെ പ്രവർത്തനങ്ങളെ എണ്ണി പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം 1.5 വർഷക്കാലം കൊണ്ട് എന്ത് പാലക്കാട്ട് ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി രാഹുലല്ല പറഞ്ഞിരിക്കുന്നത്, പിഷാരടി പറഞ്ഞിട്ടുണ്ട്. കേൾക്കേണ്ടവർക്ക് കേൾക്കാം.